ചു- നമ്മള് ഇന്ന് ഈ ഓഡിയത്തിൽ ചൊവ്വേനെ പറ്റിയുണ്ട്. ചവലോ ബാലാകാര പിത്തപ്രകൃതി സ മജ്ജസാരശ്ച വസകൃത് ത്രശ്രോ അവനിജോ ചഷോദരോ രക്തഗൗരശ്ച. കൃഷ്ണയോ 1-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകം. ചപലോ ബാലാകാര പിത്തപ്രകൃതി സ മജ്ജസാരശ്ച വധകൃത് ത്രശ്രോ അവനിജോ ചഷോദരോ രക്തഗൗരശ്ച. രക്തഗൗരശ്ച, രക്തം ചുവപ്പ് നിറമാണ്, ഗൗരം വെളുത്താണ്. ചുവപ്പ് ചേർന്ന് വെളുപ്പ് നിറമാണ് ചൊവ്വയ്ക്ക്. രക്തഗൗരം, രക്തത്തിനാണ് പ്രാധാന്യം, അതുകൊണ്ടാണ് രക്തം എന്ന ആദ്യ വാക്ക് ഉപയോഗിച്ചു. ചുവപ്പ് നിറവും വെള്ള നിറവും ചേർന്ന ഒരു നിറമാണ്, ഒരു ചെമ്പൻ നിറമാണ് പൊതുവെ കാണാറ്. ചപലോ, ചാബല്യം ഉള്ളവനാണ്. ചൊവ്വയുടെ മൂലക്ഷത്രം ചരരാശിയാണ്. നേരത്തെ പറഞ്ഞ ചന്ദ്രനും മൂലക്ഷത്രം അല്ല, പിന്നെ സ്വക്ഷേത്രം കർക്കിടകമാണ് പ്രാധാന്യം, അതിന് ചരരാശിയാണ്. ഇവിടെ മേടരാശി ആണ് ചൊവ്വയുടെ മൂലക്ഷത്രം, അതുകൊണ്ടാണ് ചപലത്വം. ബാലാകാരം, ബാലാകാരം എന്ന് വെച്ചാല് ബാലന്റെ ആകാരമുള്ളവൻ. ബാലൻ എന്ന് വെച്ചാല് ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ മുഖരൂപത്തോട് കൂടിയവൻ എന്നർത്ഥം. പിത്തപ്രകൃതി, പിത്തപ്രകൃതി എന്ന് വെച്ചാല് പിത്തം അധികമായിട്ടുള്ള പ്രകൃതി, ദേഷ്യ അധികമായിട്ടുള്ള ഒരു സ്വഭാവം എന്നർത്ഥം. സ മജ്ജസാരശ്ച, മജ്ജ സാരത്തിൽ ധാതുക്കളിൽ സപ്തധാതുക്കളിൽ മജ്ജയ്ക്കാണ് ഈ ചൊവ്വയ്ക്ക് അധികം സാരം, മജ്ജസാരമാണ് ഉള്ള പ്രകൃതിയാണ്. വധകൃത്, ജന്തുക്കളെ മനുഷ്യനെ കൊല്ലാൻ ഇഷ്ടപ്പെടുന്ന പ്രകൃതിയാണ് വധകൃത്. ത്രശ്രോ, ത്രശ്രം എന്ന് വെച്ചാൽ ത്രം എന്ന് വെച്ചാൽ 3 എന്നർത്ഥം. മുക്കോൺ രൂപത്തിലുള്ള ത്രികോണ രൂപത്തിലുള്ള രൂപവും. അവനിജോ, അവനിജൻ എന്ന് വെച്ചാല് അവനി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി. അവനിജൻ എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ജനിച്ചവൻ എന്നർത്ഥത്തിലാണ് ചൊവ്വേനെയാണ് അത് പറയുന്നത്. ചൊവ്വേനെ അത്തരത്തില് ഭൂമിയിൽ നിന്ന് ഉണ്ടായവൻ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നു. ഛഷോദരോ, ഛഷം എന്ന് വെച്ചാൽ മീൻ, മീനിന്റെ പോലെയുള്ള ഉദരമുള്ളവൻ, നീളമുള്ള ഉദരങ്ങളാണ്. രക്തഗൗരശ്ച, ചുവപ്പും വെള്ളയും ചേർന്ന രൂപമുള്ള നിറമുള്ളവനും. ചപലോ ബാലാകാരം, ബാലാകാരം എന്ന് വെച്ചാല് എത്ര പ്രായമായാലും പ്രായമുണ്ടെന്ന് തോന്നിക്കില്ല. ഒരു 20 വയസ്സിൽ കാണുന്ന അതേ തന്നെ രൂപമായിരിക്കും 40 വയസ്സിലും 50 വയസ്സിലൊക്കെ കാണും. അതാണ് ബാലാകാരം. ബാലന്റെ മാതിരിയുള്ള ചുറുചുറുക്കും രൂപപ്രകൃതികളും കൂടിയിട്ടായിരിക്കും. പിത്തപ്രകൃതി, വിത്തം കൂടുതൽ പ്രവൃത്തികൾ ചെയ്യിക്കാനുള്ള കഴിവ്, നല്ല ദഹനമുള്ള പ്രകൃതി, ദേഷ്യപ്രകൃതി, ഇതൊക്കെ പിത്തത്തിന്റെ സ്വഭാവമാണ്. സ മജ്ജസാരശ്ച, മജ്ജ അസ്ഥി, മജ്ജ. നേരത്തെ അസ്ഥി സൂര്യനും രക്തം ചന്ദ്രനും, മജ്ജ ചൊവ്വയ്ക്കും പറയും. അപ്പൊ ചൊവ്വ നല്ല രീതിയിലാണെങ്കിൽ മജ്ജ നന്നായിട്ടിരിക്കും. ആ സമയം ചൊവ്വ കേടാണെങ്കിൽ മജ്ജയിലായിരിക്കും രോഗം വരുന്നത്. ഇപ്പൊ ചൊവ്വ ബലം കുറഞ്ഞ് നീച്ചായിട്ടിരിക്കുക, രാഹുവേദ സംബന്ധം ഉണ്ടെങ്കിൽ പിന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മജ്ജയിൽ നിന്നാണ് തുടങ്ങുക എന്ന് നമ്മൾ മനസ്സിലാക്കും. വധകൃത് ത്രശ്രോ, വധകൃത്ത് എന്ന് വെച്ചാല് കൊല്ല, ജന്തുക്കളെ കൊല്ല, മനുഷ്യനെ കൊല്ല, തല്ല, അതൊക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത സ്വഭാവം. ക്രൂരത ആണ് അവിടെ കാണുന്നത്. ഭയങ്കര ക്രൂര പ്രകൃതി പിത്തപ്രകൃതി എന്ന് വന്നതാണ്. എന്തിനെ എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാനുള്ള ദേഷ്യവും വാശിയും ഒക്കാണും കലഹമൊക്കെ ഉള്ള ആളാണ് ഈ ചൊവ്വ. വധകൃ ത്രശ്രോ, ത്രികോണ രൂപത്തിലുള്ളവൻ, അല്ലെങ്കിൽ ചൊവ്വയെ കൊണ്ട് പറയേണ്ടത് ത്രികോണ രൂപത്തിലുള്ള വസ്തുക്കളെയാണ്. അപ്പം അതുപോലെ തന്നെ ഭൂമിനെ പറയുകയാണെങ്കിൽ ത്രികോണ രൂപത്തിലാണ് ആ ഭൂമി എന്ന് പറയുന്നത്. ത്രശ്രോ അവനിജോ, അവനി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിപുത്രൻ എന്നർത്ഥം. ക്ഷജോ, ഝഷോദരോ, ഝഷം എന്ന് വെച്ചാല് മീനുകൾ, മീനുകളുടെ ഉദരം പോലെ നീണ്ട ഉദരാണെന്നർത്ഥം. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഉദരമല്ല,
നീളമുള്ള ഉദരാണ്. അതിൽ എത്ര വേണമെങ്കിലും ഭക്ഷിക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്യും. രക്തഗോരസ്ഥ കുചൻ ചപലനും ബാലനെ പോലെ ഇരിക്കുന്നവനും പിത്ത മജ്ജധാതുവിൽ ബലമുള്ളവനും കൊല്ലുന്നവനും ത്രികോണാ ആകൃതിയുള്ളവനും മത്സ്യത്തിന്റെ ആകൃതിയുള്ള ഉദരത്തോടു കൂടിയുള്ളവനും ചുവപ്പും വെളുപ്പും കലർന്ന നിറമുള്ളവനുമാകും. ചപലോ ബാലാകാര പിത്തപ്രകൃതി സ മജ്ജസാരശ്ച വധകൃത് ത്രസ്രോ അവനിജോ ഛഷോദരോ രക്തഗൗരശ്ച കുജൻ ചപലനും ബാലനെ പോലെ ഇരിക്കുന്നവനും പിത്തപ്രകൃതിയും മജ്ജധാതുവിൽ ബലമുള്ളവനും കൊല്ലുന്നവനും ആകൃതിയുള്ളവനും മത്സ്യത്തിന്റെ കൃതിയുള്ള ഉദരത്തോടു കൂടിയവനും ചുവപ്പും വെളുപ്പും കലർന്ന നിറമുള്ളവനും ക്രൂരതി തരുണമൂർത്തിരുതാര പൈത്തിക സുചപല കൃഷമധ്യ. അങ്ങനെയാണ് ചൊവ്വയെപ്പറ്റി ഹോരയിൽ പറഞ്ഞത്. ക്രൂരദൃക് ക്രൂരമായ കണ്ണുകൾ. ഇതില് ഈ ക്രൂരത്വം, ഈ ചുവന്ന കണ്ണുകളൊക്കെ നേരത്തെ സൂര്യന് പറഞ്ഞ പോലെ തന്നെ കലങ്ങിയ ചുവന്ന കണ്ണുകളാണ്. അത് പിത്തപ്രകൃതി കൊണ്ടും ക്രൂരമായിട്ടുള്ള കാഴ്ചകളെ കൊണ്ടും ക്രൂരപ്രകൃതി മനസ്സിൽ വരുന്നതുകൊണ്ടും ദേഷ്യം, വാശി ഒക്കെ വരുന്നതിനെ കൊണ്ടാണ് കണ്ണിൽ ആ രക്തക്കൊഴലിലൊക്കെ രക്തം പടർന്ന് അത് ചുവപ്പ് നിറമായി തീരും. അവിടെ ക്രൂരായിട്ട് നോക്കുക. അയാള് പിന്നെ ഒരു വസ്തുവിനെ, ഒരാളെ കണ്ടാൽ ക്രൂരതയോടെ നോക്കുക എന്നുള്ളത് അയാളുടെ സ്വഭാവം. കാരണം അതിൽ വധകൃത്ത് എന്നുള്ള സ്വഭാവം അയാള് ആ കണ്ണിൽ കൊണ്ട്. തരുണമൂർത്തി എന്ന് വെച്ചാൽ, തരുണൻ എന്ന് വെച്ചാൽ യുവാവ്, യുവാവിന്റെ ശരീരപ്രകൃതിയോട് കൂടിയവൻ എന്നർത്ഥം. അപ്പം യുവത്വം തുടക്കത്തിൽ തന്നെ, യുവത്വം തുടങ്ങിയ ഉള്ള ശരീരപ്രകൃതി തന്നെയാണ് യുവത്വം അവസാനിക്കുന്ന 50-60 വയസ്സുള്ളപ്പോഴും അതേ രൂപം തന്നെ ഇരിക്കും. ഉദാരത്തിൽ ധാരാളം പിന്നെ ധനധാന്യങ്ങളൊക്കെ അന്യർക്ക് ദാനം ചെയ്യുന്നവെന്നർത്ഥം. പൈത്തിക പിത്തപ്രകൃതി എന്ന് നേരത്തെ പറഞ്ഞു. പിത്തം പ്രകൃതി കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണങ്ങളൊക്കെ വേഗം ദഹിക്കുന്നത്. അപ്പൊ ധാരാളം ഭക്ഷിക്കാൻ ഉണ്ടായിരിക്കാം. പക്ഷെ വയറിങ്ങനെ വീർത്തു വരില്ല. നീളമുള്ള വയറായതുകൊണ്ട് പുറത്തേക്ക് വരാത്ത തരത്തിൽ അതിങ്ങനെ ഇഷ്ടംപോലെ ഭക്ഷിക്കാൻ കഴിയുന്ന ആയിരിക്കും. പൈത്തിക സുചപല കൃഷമധ്യ. ചപലത്വം, അതായത് ഒന്ന് വിട്ടാൽ മറ്റൊന്നിൽ ആഗ്രഹം, അത് വിട്ടാൽ മറ്റൊന്നിൽ ആഗ്രഹം. അങ്ങനെ അത് ഭൂമിയാണെങ്കിൽ ഭൂമിയിൽ ആഗ്രഹമുള്ളതാണെങ്കിൽ ഒരു ഭൂമി വാങ്ങിച്ചു, പിന്നെ ഒരു ഭൂമി വാങ്ങിച്ചു. വീടിൽ ആഗ്രഹമാണെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു, പിന്നെ ഒരു വീട് വാങ്ങിച്ചു. അതുപോലെ പണത്തിനാണെങ്കിൽ കുറെ ധനങ്ങൾ വാങ്ങിച്ചു നേടി പിന്നെയും പിന്നെയും പണം നേടാൻ വേണ്ടി എന്ത് ക്രൂരകൃത്യവും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവാം. ചപല. അതുപോലത്തെ സ്ത്രീകളോട് ചപലത്വം. ഒരു സ്ത്രീനെ ഭോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയിലേക്ക് പോവുക, അതൊക്കെയാണ് ചപലത്വം. കൃഷമധ്യ. കൃഷം എന്ന് വെച്ചാൽ അരക്കെട്ട് വണ്ണം കുറഞ്ഞു, മുകളിലേക്ക് നെഞ്ചിന്റെ അവിടേക്കും വീതി കൂടിയും അവിടെ അരക്കെട്ടിലേക്കും വീതി കൂടിയിട്ടും ഇരിക്കാം. കൃഷമധ്യ. കൃഷം എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞത്, മധ്യം എന്ന് വെച്ചാൽ അരക്കെട്ട് എന്നർത്ഥം. ക്രൂരതൃ തരുണമൂർത്തി രുദാര പൈത്തിക സുചപല കൃഷമധ്യ എന്നിവ. ദേഷ്യം അധികമുള്ളവരാണ് ചൊവ്വയും സൂര്യനും. ചപലോ ബാലാകാര പിത്തപ്രകൃതി സ മജ്ജസാരശ്ച വധകൃത് രശ്രോ അവനിജോ ചഷോദരോ രക്തഗൗരശ്ച. കുജൻ ചപലനും ബാലനെ പോലെ ഇരിക്കുന്നവനും പിത്തപ്രകൃതിയും മജ്ജധാതുവിൽ ബലമുള്ളവനും കൊല്ലുന്നവനും ആകൃതിയുള്ളവനും മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഉദരത്തോടു കൂടിയവനും ചുവപ്പും വെളുപ്പും കലർന്നവനും നിറമാവും. ഇനി അടുത്തതായിട്ട് വരാം.